Welcome to MrUnbox and Travel. In the number unbox a smartphone on Xiaomi 12 Lite 5G. Xiaomi latest title smartphone. Negadation 10 davasatholamite ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മൊബൈൽ അൺബോക്സിംഗ്, ഗാഡ്ജറ്റ് അൺബോക്സിംഗ്, ടെക് റിലേറ്റഡ് വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ഉണ്ട് വിത്ത് ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളത്. 67 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. അതുപോലെ തന്നെ Type A to Type C ചാർജിങ് കേബിൾ, ഒരു സിം എജക്ടർ ടൂള്, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Xiaomi 12 Lite 5G. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആണ്. ഇതുകൂടാതെ തന്നെ ലൈറ്റ് ഗ്രീന്, ലൈറ്റ് പിങ്ക്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ Xiaomi 12 സീരീസിൽ, അതായത് 12ലും 12 പ്രോയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബോഡി വെയിറ്റ് ആണ്. 173 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 7.29 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. 3 ക്യാമറയാണ് വരുന്നത്. ക്യാമറ മൊഡ്യൂൾ ഒരൽപ്പം ഉയർന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പിറകിലെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ഫിനിഷാണ്. ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് മെറ്റീരിയൽ ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലി കമ്പനി ഏതാണ് മെറ്റീരിയൽ എന്ന് പുറത്ത് വിട്ടില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കും. മുകൾ വശത്തായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്, IR ബ്ലാസ്റ്റർ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് നമ്മുടെ സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 നാനോ സിം കാർഡാണ്. മെമ്മറി കാർഡിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു മൈക്ക്, അതുപോലെ തന്നെ Type C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.55 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 12 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. 402 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. 240 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കും. കാരണം 915 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. എനിവേ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടും ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഈവൻ ഏതൊരു ആംഗിളിലും നമുക്ക് നല്ല ഡീറ്റെയിൽ ആയി തന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. Qualcomm Snapdragon 778G എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 നാനോമീറ്റർ ആണ് ചിപ്സ് സൈസ്. ഒക്ടാകോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 642L എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള പ്രൊസസ്സറുകളിൽ ഒന്നാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 778G എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഇവരുടെ തന്നെ 11 Lite 5G എന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രൊസസ്സർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാത്ത നല്ല രീതിയിലുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് 3 മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. അതിൽ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. അതുപോലെ തന്നെ LPDDR4X ആണ് ഇതിന്റെ റാം ടൈപ്പ് വരുന്നത്. 8GB റാം കൂടാതെ തന്നെ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും 3GB വരെ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ് ഇതിൽ. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. Wi-Fi 6 ആണ് വരുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. MIUI വേർഷൻ വരുന്നത് 13.0.4 ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് ബ്ലോട്ട്വേഴ്സും ആഡ്വേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4300 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 35നും 40 മിനിറ്റിനും ഇടയിലാണ്. എനിവേ ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് കഷ്ടിച്ച് മുകളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. മറിച്ച് അതല്ല ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിന് ചുവടെ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഒരു ബെസ്റ്റ് ബാറ്ററി ലൈഫ് എന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ അത്യാവശ്യം മോശമല്ലാത്തൊരു ബാറ്ററി ലൈഫ് നമുക്കിതിൽ ലഭിച്ചിട്ടുമുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
ബാലൻസ്ഡ് സൗണ്ട് അല്ല, താഴ്വശത്താണ് കൂടുതൽ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ലൗഡി അല്ല, എങ്കിലും ഒരു എബോവ് ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റും ആക്യുറേറ്റ് ആണ് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മൾ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഗ്രാഫിക്സ് വെരി ഹൈയിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിൽ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റോളം ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറുതായിട്ടൊരു വാമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് കൂളാവുന്നുണ്ട്. അതല്ലാതെ യാതൊരു തരത്തിലുള്ള ഫ്രെയിം റേറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ലാഗിങ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്താത്ത തരത്തിലുള്ളൊരു പെർഫോമൻസ്, എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഗെയിമിംഗ് സൈഡിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. 3 ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ f1.9 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്. സാംസങ്ങിൻ്റെ HM2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൻസർ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസാണ് വരുന്നത്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഐ ട്രാക്കിംഗ് ഫോക്കസ് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമൻ്റെതായാലും അതുപോലെ തന്നെ ആനിമൽസിൻ്റെതൊക്കെ ആയാലും ആ ഒരു ഫേസ് വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യും. വളരെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിൽ ലഭിക്കും എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഡൈലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസാണ് മിക്ക സെനോറിയോസിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കളേഴ്സിൻ്റെ കാര്യമാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് മിക്ക സമയത്തും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മാക്രോ പെർഫോമൻസ് മാത്രമാണ് നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. എനിവേ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. അതല്ല വളരെ ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് മാത്രമാണ് ഇതിൽ കാണാൻ സാധിച്ചത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 32 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ മിക്ക സമയത്തുള്ള ഫോട്ടോസും ഒരു നാച്ചുറൽ കളർ ഫോട്ടോസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും നമുക്കിതിൽ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. HDR പെർഫോമൻസ് നല്ലതാണ്, ഡൈലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്, പോർട്രേറ്റ് പെർഫോമൻസ് നല്ലതാണ്. ഈവൻ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിവേ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. Xiaomi 12 Lite 5G എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിന്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിലാണ്. കളേഴ്സിന്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് അത്യാവശ്യം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് തന്നെയാണ് കാണാൻ സാധിച്ചത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. ഒരല്പം കൂടി സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു എബോവ് ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് നിലവിൽ ഒരൊറ്റ മെമ്മറി വേരിയന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. 8GB + 256. അതിന് 1549 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 32,500 രൂപ ഇതിന് വില വരും. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, 67 വാട്ടിൻ്റെ സൂപ്പർ ചാർജർ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്, ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സ്ലിം ആണ്, കാണാൻ വളരെ ഭംഗിയുള്ള സ്മാർട്ട് ഫോണിൽ ഒന്ന് തന്നെയാണ്. എനിവേ നിങ്ങൾ Xiaomi സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബജറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഈ ഒരു റേഞ്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Xiaomi 12 Lite 5G. ഇന്നത്തെ ഈ ഒരു Xiaomi 12 Lite 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതി. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.